അപ്പോൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ഐ എം ബാക്ക് വിത്ത് ട്രാവൽ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് മൂകാംബികയിലുള്ള കാഴ്ചകളാണ്. പാലക്കാട് നിന്ന് മോർണിംഗ് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പാലക്കാട് മാംഗ്ലൂരു ഇൻ്റർസിറ്റിയിലാണ് നമ്മൾ മൂകാംബികയിലോട്ട് പോയത്. ഉച്ചയ്ക്ക് 1:30 എത്തിയപ്പം മാംഗ്ലൂർ ജംഗ്ഷനിലെത്തിയ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ മൂകാംബികയിലോട്ട് പോയി. അറൗണ്ട് ഒരു 3+ hours ജേർണി ഉണ്ടായിരുന്നു മാംഗ്ലൂർ ടു മൂകാംബിക. അമ്പലത്തിന് തൊട്ടടുത്തുള്ള റൂം തന്നെ കിട്ടിയത് കൊണ്ട് ഈവനിങ് റൂമിലെത്തിയതും നമ്മൾ വേഗം ഫ്രഷായി ദേവിയെ കാണാനായിട്ട് ഇറങ്ങി. ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അറൗണ്ട് 2+ hours ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാണ് നമുക്ക് ദർശനം കിട്ടിയത്. ഈ കാണുന്നതാണ് അവിടുത്തെ പൂജ ടൈമിങ്സ്. ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്പെഷ്യൽ ദർശനത്തിനായി 100 rupees ടോക്കൺ എടുത്താൽ മതിയാവും. ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് രാത്രിയിലെ ശിവേലിയും കാണാൻ പറ്റി. ഇങ്ങനെ ഇടയ്ക്ക് പൂജാസൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് മാത്രമാണ് അകത്തോട്ട് കയറാൻ പറ്റിയത്. ആദ്യത്തെ 2 തവണ പല്ലക്കിലായിരുന്നെങ്കിൽ ഇത്തവണ ദേവി വന്നത് തേരിലായിരുന്നു. അങ്ങനെ ശിവേലിയൊക്കെ കഴിഞ്ഞ് ദർശനവും കഴിഞ്ഞ് അമ്പലത്തിലുള്ള അന്നദാനം കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലോട്ട് പോയത്. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് കഴിച്ച ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നത് കാണുന്നതിന് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രയും അടുത്ത റൂം കിട്ടിയത് കൊണ്ട് തന്നെ അമ്പലത്തിലോട്ട് പോണതും വരുന്നതും എല്ലാം നല്ല കൺവീനിയൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ നേരത്തെ എണീച്ച് റെഡിയായി 6 മണിയായപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലെത്തി. സ്പെഷ്യൽ ദർശനം എടുത്ത് വേഗം ദേവീനെ കണ്ടിറങ്ങി നമ്മൾ കുടജാദ്രിയിലോട്ട് തിരിച്ചു. തലേന്നത്തെ ട്രാവലിങ്ങും രാവിലെ നേരത്തെ എണീച്ച് ദർശനത്തിനായി പോയത് കൊണ്ടും എല്ലാവരും ടയേർഡായിരുന്നത് കൊണ്ട് കുടജാദ്രി യാത്ര വേണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇത്രയും ദൂരം വന്നിട്ട് കുടജാദ്രി കാണാതെ എങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുടജാദ്രിയിലോട്ട് പുറപ്പെട്ടു. കുറേ അധികം ഓഫ് റോഡ് യാത്ര ചെയ്യേണ്ടത് കൊണ്ട് ജീപ്പിൽ മാത്രമേ നമുക്ക് കുടജാദ്രിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. മൂകാംബിക ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ തന്നെ കുടജാദ്രിയിലോട്ട് പോകാനായി ഒരുപാട് ജീപ്സ് കാണും. അറൗണ്ട് 500 rupees ആയിരുന്നു ഒരാൾക്കുള്ള റേറ്റ്. ഒരു ജീപ്പിനകത്ത് 8 പേരെ വരെ കയറ്റും. ഇനി അഥവാ നമ്മുടെ കൂട്ടത്തിൽ 8 പേരില്ലെങ്കിലും ജീപ്പ് ഡ്രൈവേഴ്സ് വേറെ ആൾക്കാർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ജീപ്പ് ഫില്ലായി കഴിഞ്ഞ് മാത്രമേ അവരെ യാത്ര സ്റ്റാർട്ട് ചെയ്യൂ. ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലൂടെയാണ് നമ്മൾ കുടജാദ്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മഴക്കാറൊക്കെയുള്ള ഡേ ആയിരുന്നത് കൊണ്ട് കോട ഇടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 1 hour എടുത്തു മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലോട്ട് എത്താൻ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീപ്പിൽ നിന്നിറങ്ങി വീണ്ടും 1 കിലോമീറ്ററോളം നമ്മൾ നടന്ന് കയറണം. കല്ലും മണ്ണും ഒക്കെയുള്ള ഒരു മലമ്പാതയിലൂടെയുള്ള ട്രക്കിംഗ്. പ്രായമായ ആൾക്കാർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ജീപ്പ് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വിശ്രമിക്കാം. നടന്ന് കയറേണ്ട വഴി ആദ്യം ഒന്ന് കണ്ടപ്പം നമ്മൾ ശരിക്കും പേടിച്ചു. 1 കിലോമീറ്ററോളം ഇതുപോലുള്ള വഴിയിലൂടെ എങ്ങനെ നടന്ന് കയറോ എന്നായിരുന്നു ടെൻഷൻ. പക്ഷെ കുറച്ച് മുകളിലോട്ട് പോയപ്പം താഴെ കണ്ടിരുന്ന അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല. കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ള റോഡായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ശരിക്കും ഈ കുടജാദ്രി യാത്രയിൽ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു 2 minute എവിടെയെങ്കിലും നിന്നൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, നമ്മുടെ ടയർഡ്നെസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായി കണ്ടു. ശരിക്കും ഒരു 2 minutes റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. ശരിക്കും അതൊരു മിറക്കിൾ പോലെ തോന്നി. ഈവൻ ചെറിയ കുട്ടികൾ പോലും ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് കയറണമെന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു മാജിക്കൽ വേൾഡിൽ പോയ പോലെ ഒരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക് തോന്നിയത്. മൂകാംബികയിലോട്ട് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു യാത്രയാണ് കുടജാദ്രി യാത്ര. മൂകാംബിക ടെമ്പിളിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് അറിയാനാവും, കുടജാദ്രിയിൽ ഇരുന്നാണ് ശങ്കരാചാര്യർ തപസ് ചെയ്തതും ദേവി പ്രത്യക്ഷപ്പെട്ടതും. ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സർവജ്ഞപീഠമാണ് ആ കാണുന്നത്. ഇത്രയും ദൂരം നടന്ന് സർവജ്ഞപീഠത്തിൻ്റെ അടുത്തെത്തിയപ്പം ഉണ്ടായ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ശരിക്കും എത്രത്തോളം പീസ്ഫുൾനെസ്സും ഡിവൈൻ ഫീലിങ്ങും നമുക്ക് ഉണ്ടാവുമെന്ന് അവിടെ പോയി തന്നെ അറിയണം. സർവജ്ഞപീഠത്തിലിരുന്ന് നമുക്കും കുറച്ചു നേരം ധ്യാനിക്കാം. ഈ മൂകാംബിക യാത്രയിൽ എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ കുടജാദ്രി യാത്ര തന്നെയാണ്. മൂകാംബികയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും കുടജാദ്രിയിലോട്ട് വരാൻ ശ്രമിക്കണം. അത്രയ്ക്കും പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്കിവിടെ കിട്ടുക. അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല.
കുടജാദ്രിയിൽ നിന്ന് തിരിച്ചെത്തിയ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിന്നീട് പോയത് മുരുടേശ്വറിലോട്ടായിരുന്നു. നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് മുരുടേശ്വറിലോട്ട് പോകാനുള്ള ട്രാവലർ അറേഞ്ച് ചെയ്ത് തന്നു. അറൗണ്ട് 60 കിലോമീറ്റർ ഉണ്ടായിരുന്നു മൂകാംബികയിൽ നിന്ന് മുരുടേശ്വറിലോട്ട്. ബസ്സിൽ പോകാനും ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇത്രയും ദൂരം ബസ്സിൽ കയറി പോകാൻ ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ട്രാവലർ ഓപ്റ്റ് ചെയ്തു. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ശിവ സ്റ്റാച്യു ഉള്ള ടെമ്പിളാണ് മുരുടേശ്വർ. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ശിവ സ്റ്റാച്യു ആണിത്. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ സ്റ്റാച്യുവിൻ്റെ റെനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അധികം നേരമൊന്നും ക്യൂ നിൽക്കേണ്ട വന്നില്ല, പെട്ടെന്ന് തന്നെ ദർശനം കിട്ടി. ടെമ്പിൾ കോമ്പൗണ്ടിനകത്ത് തന്നെ വേറെയും ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. പണ്ട് രാമായണ കാലത്ത് രാവണൻ തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. രാവണന്റെ തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ രാവണന് പവർഫുൾ ആയിട്ടുള്ള ആത്മലിംഗം സമ്മാനിക്കുന്നു. ആത്മലിംഗം ലങ്കയിൽ പ്രതിഷ്ഠിക്കാനായി പുറപ്പെടുന്ന രാവണനോട് ഒരു കാരണവശാലും അത് മറ്റെവിടെയും നിലത്ത് വയ്ക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും മഹാദേവൻ നൽകുന്നു. ലിംഗവുമായി ലങ്കയിലെത്തിയാൽ രാവണന്റെ അഹങ്കാരവും ശക്തിയും കൂടുമെന്ന് ഭയപ്പെട്ട നാരദമുനി മഹാവിഷ്ണുവിൻ്റെയും ഗണപതിയുടെയും സഹായം തേടുന്നു. ഗോകർണ തീരത്തെത്തി അസ്തമയ പൂജയ്ക്കായി ഒരുങ്ങിയ രാവണന്റെ കയ്യിൽ നിന്നും ബ്രാഹ്മണ വേഷത്തിലെത്തിയ ഗണപതി ലിംഗം കൈക്കലാക്കുകയും അതവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായതാണ് ഈ മുരുടേശ്വര ക്ഷേത്രം. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോയപ്പം കണ്ട കല്യാണമായിരുന്നു ഇത്. നാട്ടിലോട്ട് തിരിക്കുന്നതിന് മുൻപായിട്ട് ഒന്നുകൂടെ ക്ഷേത്രത്തിലോട്ട് വന്നതായിരുന്നു ഞങ്ങൾ. രാവിലെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് രാവിലത്തെ ശിവേലിയും കാണാൻ പറ്റി. പൂജ ടൈമിങ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള ചാർട്ടിൽ നോക്കി പൂജ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ സ്പെഷ്യൽ ദർശനത്തിനുള്ള ടോക്കൺ എടുക്കാതെ ഡയറക്റ്റ് ക്യൂവിൽ നിന്നത്. ശിവേലി വന്നതുകൊണ്ട് നമുക്ക് കുറേ നേരം ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അന്നത്തെ ദർശനവും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകാനായി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി.